വാഗ്യന്ത്രം എന്ന് പറഞ്ഞാൽ സൗണ്ട് ധ്വനി അല്ലെങ്കിൽ സ്വരം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലങ്സ് മുതൽ വാ വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട്, അതായത് ഈ ഉച്ചാരണത്തിൽ ഈ സൗണ്ട്സ് പ്രൊഡ്യൂസ് ആവുന്നതിൽ എന്തൊക്കെ ബോഡി പാർട്സ് വരുമോ അതെല്ലാം കൂടി ചേർത്ത് അതിൻ്റെ പ്രോസസ്സും എല്ലാം ചേർത്തിട്ടാണ് ഈ വാഗ്യന്ത്രം എന്ന് പറയുന്നത്. മനുഷ്യരെന്തെങ്കിലും സൗണ്ട്സ് ധ്വനി സ്വരം ഒക്കെ ഉച്ചരിക്കുമ്പം ആ സമയത്ത് അവരുടെ വാഗ്യന്ത്രങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വാചകം അല്ലെങ്കിൽ അവയവങ്ങൾ ഉപയോഗപ്പെടും. അതായത് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വാഗ്യന്ത്രം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാം കൂടി ചേർത്തിട്ട് പറയണതാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോഡി പാർട്സ് അതിൽ ഇൻക്ലൂഡഡ് ആവും. അതൊക്കെ ആ സമയത്ത് പ്രയോഗിക്കപ്പെടും. മനുഷ്യരിങ്ങനെ എപ്പോഴും ശ്വാസം എടുത്തുകൊണ്ടിരിക്കൂലേ, അപ്പോൾ ഇങ്ങനെ ഈ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ശ്വാസം തന്നെയാണ് ധ്വനി അല്ലെങ്കിൽ സ്വന്നിൻ്റെ രൂപം സ്വീകരിക്കുന്നത്. നാസിക വിവരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശ്വാസനാളിക എന്നൊക്കെ പറയൂലേ, ആ ഒരു പൈപ്പ്, അതിനകത്തൂടി അകത്തേക്ക് പോകുന്ന വായു അല്ലെങ്കിൽ കാറ്റ് ആ സെയിം പൈപ്പിൽ കൂടി തന്നെ, ആ സെയിം വേയിൽ കൂടി തന്നെ പുറത്തേക്ക് പോകും. അപ്പോൾ ഈ മനുഷ്യർ കുറച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കിനും പുറത്തേക്ക് പോകുന്ന ആ ഒരു വായു ആണെങ്കിൽ സ്വരതന്ത്രികളിലൊക്കെ ഇടയ്ക്കൂടിയൊക്കെ പോയി അതിലൊക്കെ തട്ടിത്തടഞ്ഞ് ചെറിയൊരു കമ്പനം അല്ലെങ്കിൽ ഒരു വൈബ്രേഷനൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഒരു കമ്പനത്തിലൂടെ കുറച്ച് ധ്വനിയൊക്കെ ആകുന്നു. ഈ ഒരു തട്ടലും മുട്ടലൊക്കെ കാരണം കുറച്ച് സൗണ്ട്സൊക്കെ പ്രൊഡ്യൂസ് ആവും. അങ്ങനെ കുറച്ച് ധ്വനി അല്ലെങ്കിൽ സ്വന്നൊക്കെ ഉണ്ടാവും. ഈ ഒരു സൗണ്ട്സാണ് നമ്മൾ വായിൽ കൂടി അല്ലെങ്കിൽ ആ മുഖവിവറിൽ കൂടി പുറത്തേക്ക് കൊണ്ടുവന്ന് മനസ്സിന് തോന്നുന്ന രീതിയിലുള്ള, ഇപ്പം ആ വേണോ ഈ വേണോ കാ വേണോ അങ്ങനെ മനസ്സിന് തോന്നുന്ന രീതിയിലുള്ള സ്വരങ്ങളുടെ രൂപത്തിലേക്ക് കൊടുക്കുന്നത്. ഈ ഒരു പ്രക്രിയ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ലങ്സ്, ഫേഫട എന്ന് പറഞ്ഞാൽ ലങ്സ് തൊട്ട് മുഖവിവർ അതുവരെയുള്ള ഏതൊക്കെ ഭാഗങ്ങൾ ഏതൊക്കെ ബോഡി പാർട്സ് അതിനെ സഹായിക്കുന്നുവോ അതിനെല്ലാം കൂടി ചേർത്ത് സാമൂഹികമായിട്ട് പറയുന്ന പേരാണ് വാഗ്യന്ത്രം. സ്വനം അല്ലെങ്കിൽ ധ്വനിയുടെ സൗണ്ട്സിൻ്റെ ഉൽപ്പാദനത്തിന് അതെങ്ങനെയാണ് ആ പ്രോസസ്സ് എന്നൊക്കെ ശരിക്കും പഠിക്കണമെങ്കിൽ ഈ വാഗ്യന്ത്രൻ്റെ വ്യത്യസ്തങ്ങളായുള്ള ഈ ഭാഗങ്ങളെ പറ്റിയിട്ട് ആദ്യം പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോഡി പാർട്ടാണ് ലങ്സ്. കാരണം ലങ്സിൽ നിന്നാണ് ശ്വാസം എടുക്കുന്നതും പുറത്തു വിടുന്നതൊക്കെ പ്രോസസ്സ് നടക്കുന്നത്. ലങ്സിന് ഫേഫട എന്നാണ് പറയുന്നത്, ഫേഫട. അപ്പോഴത്തേക്കിനും വാഗ്യന്ത്രൻ്റെ ഈ ഒരു മൊത്തം എല്ലാം കൂടി ചേർത്താണ് വാഗ്യന്ത്രം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഫേഫട അല്ലെങ്കിൽ ലങ്സ്. നമ്മൾ ഈ സ്വനങ്ങൾ ധ്വനി ഉച്ചരിക്കുന്ന സമയത്ത് ലങ്സിലുള്ള വായു ആണെങ്കിൽ ഇങ്ങനെ ഒഴുകുന്ന പോലെ, ധൗങ്കനി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകുന്നത് പോലെ, വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകും പോലെ പുറത്തേക്ക് പോകുന്നു. അപ്പം ഫേഫടയെന്ന് ലങ്സിലെന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകുന്ന വായു ഈ ശ്വാസനാളിക, അതായത് ആ ഒരു പൈപ്പില്ലേ, എയർ പൈപ്പ്, അതിൽ കൂടിയാണെങ്കിൽ ആ ഒരു വഴി കൂടി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വന്ന് മുഖവിവറിൽ പ്രവേശിക്കുന്നു. അടുത്ത് ഈ ഒരു വാഗ്യന്ത്രിൽ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മഹത്വപൂർണ്ണമായിട്ടുള്ളൊരു ഭാഗമാണ് സ്വരയന്ത്ര, ലാരിക്സ്, ആഡംസ് ആപ്പിൾ എന്നൊക്കെ പറയും. അപ്പോൾ ഈ സ്വരയന്ത്ര ശ്വാസനാളികയിൽ, അതായത് ഈ ശ്വാസനാളിക അല്ലെങ്കിൽ ഭോജന നാളിക, നമ്മൾ 2 പൈപ്പ്സ് ഉണ്ട് വായിൽ നിന്നിങ്ങനെ താഴേക്ക്. അപ്പം ഒരു പൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ശ്വാസം വായുവിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും, മറ്റേ പൈപ്പ് ഫുഡിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡിനും വെള്ളത്തിനും ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പാണ്. അപ്പോൾ ഈ ശ്വാസനാളികയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന വായു തൊണ്ടയിൽ, കണ്ടെന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്. ബോക്സ് പോലത്തെ ഒരു ചെറിയൊരു ബോഡി പാർട്ടുണ്ട്. അപ്പോൾ തൊണ്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു ബോക്സ് പോലത്തെ ഭാഗത്ത് കൂടി കയറിയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ബോക്സിനകത്താണെങ്കിൽ 2 ചെറിയ നല്ല മെലിഞ്ഞ 2 കമ്പികൾ, സ്വരതന്ത്രികളുണ്ട്. അപ്പം ഇതിനകത്ത് ഈ അകത്ത് 2 സ്വരതന്ത്രികളുണ്ട്. ഈ ബോക്സിന്, ആ ഒരു ബോക്സാണ് സ്വരയന്ത്ര അല്ലെങ്കിൽ ആഡംസ് ആപ്പിൾ എന്ന് പറയും. നമ്മൾ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ സ്വരയന്ത്രം ഉണ്ട്. അതായത് ഈ ഒരു ആഡംസ് ആപ്പിൾ, ഈ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്. പക്ഷേ പ്യൂബർട്ടി സ്റ്റേജിലെത്തുന്ന ബോയ്സിൻ്റെ ത്രോട്ട് നോക്കിയാൽ
ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഇപ്പം ആക്ടർ വിജയിനെയൊക്കെ എടുത്താൽ ഇങ്ങനെ അറിയാൻ പറ്റും. ഏതൊരു ബോയ്സിനെ നോക്കിയാലും ഗേൾസിനെക്കാളും കുറച്ചും കൂടി അവിടെ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും. ആ ഒരു പാർട്ടിനെയാണ് ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത്. ഈ പ്യൂബർട്ടി സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ ബോയ്സിൻ്റെയൊക്കെ വോയിസൊക്കെ മാറുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ഒരു സംഭവം, ആ ഒരു ചെറിയൊരു ബോക്സിനെയാണ് സ്വരയന്ത്ര എന്ന് പറയുന്നത്. അടുത്തത് ഈ ബോക്സിനകത്ത് സ്ഥിതി ചെയ്യുന്ന സ്വരതന്ത്രികൾ. അപ്പോൾ ഈ സ്വരയന്ത്ര ഈ ഒരു ബോക്സിനകത്ത് 2 മെലിഞ്ഞ പത്തല് എന്ന് പറഞ്ഞാൽ നല്ല മെലിഞ്ഞ 2 കമ്പികൾ തന്ത്രികളുണ്ട്. അതാണെങ്കിൽ ഈ സ്റ്റേജിലെ കർട്ടന കണക്കാണ്. സ്റ്റേജിലെ കർട്ടൻ പോലെയാണ് ഈ 2 തന്ത്രികൾ. ഈ തന്ത്രികളുടെ മുന്നിലുള്ള ഭാഗമാണെങ്കിൽ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ജുഡിഹുയി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചേർന്നിരിക്കും. പിച്ചലി ഭാഗം അല്ലെങ്കിൽ പുറകിലോട്ടുള്ള ഭാഗം അലഗ് സെപ്പറേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ കണക്കാണ്. ആംഗിളിൻ്റെ ഫ്രണ്ടിലത്തെ 2 പോർഷൻ ഇങ്ങനെ ചേർന്നിട്ട് പുറകിലേക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ആംഗിൾ കണക്കാണ് ഈ സ്വരതന്ത്രികൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്വരതന്ത്രികളുടെ 2 സ്വരതന്ത്രികളുടെ ഇടയ്ക്ക് കുറച്ചൊരു ഭാഗമുണ്ട്, കുറച്ചൊരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിന് ആ ഒരു ഭാഗത്തെ കാകൽ അല്ലെങ്കിൽ ഗ്ലോട്ടിസ് എന്നാണ് പറയണത്. കാകൾ എന്ന് പറയും. ആ ഒരു 2 സ്വരതന്ത്രികളുടെ ഇടയിലുള്ള ഭാഗത്തെ കാകൾ എന്നാണ് പറയുന്നത്. കാകൾ. അപ്പോൾ സ്വരതന്ത്രികളുടെ ആവശ്യകതയ്ക്കനുസരിച്ച് ഇതിങ്ങനെ വായി വരുമ്പം തുറക്കും അടയ്ക്കും. ഈ ആംഗിളില്ലേ, ആംഗിൾ കണക്കാണ്. അപ്പോൾ ഈ സ്വരതന്ത്രികൾ ആവശ്യം വരുമ്പോൾ തുറക്കുകയും ചെയ്യും, പിന്നെ അത് അടയ്ക്കുകയും ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് പ്രത്യേകത ഈ തുറക്കും അടയ്ക്കുക ഈ ഒരു പ്രോസസ്സിൻ്റെ കാരണം പ്രത്യേക ടൈപ്പ് ഓഫ് ധ്വനികൾ സൗണ്ട്സൊക്കെ പുറത്തേക്ക് വരും. ഈ സ്വരതന്ത്രികൾ ധ്വനി പുറത്തേക്ക് വരുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇതെല്ലാത്തിലും മെയിനായിട്ട് എഴുതേണ്ട സെൻറ്റൻസാണ് ഈ അവയവം ഈ ഒരു പ്രോസസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണെന്ന്. അടുത്ത് കാകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, 2 സ്വരതന്ത്രികളുടെ ഇടയിലുള്ള ആ ഒരു സ്പേസ്. ഇനി അഭികാകൾ അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ് എന്താണെന്ന് അടുത്ത് നോക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ശ്വാസനാളികയും ഭോജനനാളികയും അടുത്തടുത്താണ്. ഫുഡ് പൈപ്പും ഈ ഒരു ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആ ഒരു പൈപ്പും. അപ്പം ഈ അടുത്തടുത്താണ് ഈ ഭോജനനാളികയും ശ്വാസനാളികയും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഭോജനനാളിക ഈ ഫുഡ് പൈപ്പിൻ്റെ മേളത്തെ ഭാഗത്തിൻ്റെ അടുത്താണ് ഈ ശ്വാസനാളികേൻ്റെയും ഈ ഒരു ഓപ്പണിങ്ങില്ലേ, 2ൻ്റെ ഓപ്പണിങ് ഇങ്ങനെ അടുത്തടുത്താണ് വരണത്. അപ്പോൾ ആ ഭാഗത്ത് ഒരു ചെറിയൊരു ജീബ്, അതായത് ഒരു നാക്കൊക്കെ പോലത്തെ ചെറിയൊരു ഭാഗമുണ്ട്. അതിനെയാണ് അഭികാകൾ എന്ന് പറയണത്. ഈ അഭികാകൾ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പ് കണക്കാണ്. ഇങ്ങനെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാൻ പറ്റുന്ന ബോട്ടിലിൻ്റെ ക്യാപ്പില്ലേ, അതുപോലെയൊക്കെയാണ് ഈ അഭികാകൾ. അപ്പോൾ ഇതിൻ്റെ ഈ ഓപ്പണിങ് ആ ഒരു സ്ഥലത്താണ് ഈ ഒരു ചെറിയൊരു നാക്കൊക്കെ പോലത്തെ ഒരു സാധനം, അതാണ് ഈ അഭികാകൾ, അതവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ അഭികാകൾ ശ്വാസനാളികേനെ അടച്ചു വയ്ക്കും. അതായത് നമ്മൾക്കറിയാം, വെള്ളം കുടിക്കുമ്പോഴോ ഫുഡ് കഴിക്കുമ്പോഴോ ഈ ഫുഡ് പൈപ്പിൽ നിന്ന് മാറിയിട്ട് നമ്മൾ അങ്ങനെ ചിരിക്കുകയും സംസാരിച്ചൊക്കെ ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ ചില സമയത്ത് ഇതിപ്പോഴത്തെ ഈ വായുമാർഗ്ഗത്തിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ ഫുഡൊക്കെ ലങ്സിലെത്തി നമ്മൾ മരിച്ചു പോകുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ഒരു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാപ്പ്, ഈ ഒരു ജീബ് പോലത്തെ ഈ ഒരു എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ അഭികാകളാണ് ഈ ഫുഡ് കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതൊക്കെ സമയത്ത് ഈ ഒരു ശ്വാസനാളികേനെ അടച്ചു വയ്ക്കുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നത്. അതായത് ഈ ഒരു ശ്വാസനാളികേൻ്റെ ആ ഒരു ഫേസിനെ, ആ ഒരു മേളത്തെ ആ ഒരു ഭാഗത്തെ അങ്ങ് ക്ലോസ് ചെയ്യുക അഭികാകൾ. അപ്പോൾ ഈ അഭികാകൾ സ്വരയന്ത്രൻ്റെ ഒരു മുഖാവരണം എന്ന് പറഞ്ഞാൽ ഒരു കവറിങ് എന്നൊക്കെ പറയത്തില്ലേ, ആവരണം, കവർ ചെയ്യുക. അപ്പോൾ സ്വരയന്ത്ര ആവരണം എന്നും ഈ അഭികാകളിനെ പറയും. അടുത്തൊരു ഭാഗമാണ് ഗ്രസനി. ഈ ഗ്രസനി എന്ന് പറയുമ്പം ഈ സ്വരയന്ത്ര, ജിഹ്വാമൂല്, നാസികാവർ ഇതിൻ്റെ ഇടയിലൊക്കെ ഉള്ളൊരു സ്പേസിനാണ് ഈ ഗ്രസനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജിഹ്വാമൂലിൻ്റെ പുറകിലേക്ക് ഇങ്ങനെ പോയിട്ട് ഈ ഗ്രസനി ആണെങ്കിൽ ഈ ജിഹ്വാമൂല് ഗ്രസനീൻ്റെ പുറകിലത്തെ ഒരു ഒരു ഭിത്തി പോലത്തെ സ്പേസിൽ പോയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യും. ഇങ്ങനെ ടച്ച് ചെയ്യും ജിഹ്വാമൂല് പോയിട്ട് ഗ്രസനീൻ്റെ പിച്ചലി ദീവാറിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേക ടൈപ്പ് ഓഫ് ധ്വനി സൗണ്ടൊക്കെ പുറത്തേക്ക് വരും, സൗണ്ട്സൊക്കെ പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം അതിനെയാണ് ഗ്രസനി സ്പർശ് എന്ന് പറയണത്. അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് അലിജിഹ്വാണ്. നേരത്തെ മേളിൽ പറഞ്ഞായിരുന്നു
ഈ ഫുഡ് പൈപ്പും മറ്റേ എയർ പൈപ്പ്. അപ്പോൾ ശ്വാസനാളികയും ഭോജനനാളികേൻ്റെ ഇടയിൽ അതിൻ്റെ ആ ഒരു വിവരം എന്നൊക്കെ പറയണത് അതിൻ്റെ ഒരു ഓപ്പണിംഗ് ഇല്ലേ, ഇങ്ങനെ മേളിൽ ഏറ്റവും മേളിൽ ഒരു ഓപ്പണിംഗ് പോലത്തെ. അപ്പോൾ ഈ ഭോജനനാളികയുടെയും ശ്വാസനാളികേൻ്റെയും ഇടയിൽ അഭികാകലം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ചെറിയൊരു ടങ്ക് പോലത്തെ ഒരു പാർട്ട് നേരത്തെ പറഞ്ഞു. ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പൊക്കെ കണക്ക് ആവശ്യമനുസരിച്ച് ശ്വാസനാളികേനെ ആ ഒരു വഴീനെ അടച്ച് ആ ഒരു പാത്തിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മേളിലേക്ക് പോകുമ്പോഴത്തേക്കിനും നാസികാവിവരം മുഖവിവരം. മുഖെന്ന് പറഞ്ഞാൽ വായിൻ്റെ അവിടെ, അപ്പോൾ നാസിക മൂക്ക്, ഈ രണ്ടിൻ്റെ ഹോൾസിൻ്റെ അവിടെയായിട്ട് ആ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഒരു ചെറിയൊരു ജീബ് പോലത്തെ ഒരു നാക്ക് പോലത്തെ ഈ താഴത്തെ പോലെ തന്നെ അതേപോലൊരു സാധനം അവിടെയുണ്ട്. അതിനെയാണ് അലിജിഹ് എന്ന് പറയുന്നത്. ഈ നാസികാവിവറിൻ്റെയും മുഖവിവറിൻ്റെയും ഇടയിലുള്ള ചെറിയൊരു ജീബ് നാക്കാണ് അലിജിഹ് എന്ന് പറയണത്. അതിനെ സാധാരണയായിട്ട് കൗവ, കാക്കയില്ലേ, കാക്കയ്ക്കാണ് കൗവ എന്ന് പറയണത്. അപ്പോൾ ഈ ഒരു അലിജിഹിനെയും സാധാരണയായിട്ട് കൗവ എന്ന് പറയും. ഈ അലിജിഹിൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഈ നാസദ്വാരത്തെ മൂക്കിൻ്റെ ആ ഹോളിനെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ആംശിക് രൂപത്തിൽ ഒരു മെജോറിറ്റി എന്നൊക്കെ പറയില്ലേ, പൂർണ്ണമായിട്ടല്ലെങ്കിൽ ഭാഗികമായിട്ട്, കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടെങ്കിലും അതിനൊരു ഓൾമോസ്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് അടച്ചിങ്ങനെ വെക്കുന്നതാണ് ഈ അലിജിഹിൻ്റെ ജോലി. അതായത് ആ ഒരു നാസദ്വാരത്തെ ഒന്ന് കവർ ചെയ്ത് അടച്ചു വയ്ക്കുന്നതാണ് ഈ അലിജിഹ്, ആ ഒരു ടങ്ക് പോലത്തെ ആ ഒരു പാർട്ടിൻ്റെ ജോലി. ഈ വ്യഞ്ജനങ്ങൾ ഉച്ചരിക്കുന്ന സമയത്താണ് ചെറുതായിട്ട് കുറച്ചൊക്കെ ഹവ, അപ്പോഴാണ് ഈ ഒരു ആംശിക് രൂപത്തിൽ അടയണത് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ചെറിയ ഇത്തിരിയൊക്കെ ഹവ അല്ലെങ്കിൽ ഈ ഒരു വായു, കാറ്റ് നാസികാവിവറിൽ കൂടി പുറത്തു പോകും. അങ്ങനെ ആ ഒരു ഹവ നാസികാവിവറിൽ കൂടി പുറത്തേക്ക് പോയിട്ടാണ് അനുനാസിക് സ്വർ ഉണ്ടാക്കുന്നത്. അടുത്തത് ജിഹ്വ അല്ലെങ്കിൽ ടങ്ക്. ഈ ജിഹ്വ നാക്കിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മുഖവിവറിൻ്റെ തൊട്ട് താഴത്തെ ഭാഗത്ത് നിച്ചലേ ഭാഗിലാണ് ഈ ജിഹ്വ ഇരിക്കുന്നത്. അതായത് വായിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, നമ്മുടെ വായിൻ്റെ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ തൊട്ട് പുറകിലല്ല നാക്കിരിക്കുന്നത്, അവിടെയാണ് ജിഹ്വ എന്ന് പറഞ്ഞാൽ നാക്കിരിക്കുന്നത്. അപ്പോൾ ഉച്ചരിക്കുമ്പം ചലിക്കുന്ന അവയവങ്ങളിൽ ഏറ്റവും പ്രമുഖം ജിഹ്വയാണ്. ഉച്ചരിക്കുന്ന സമയത്ത് ഈ പാർട്സൊക്കെ ചെറിയ ചെറിയ അനക്കമൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിൽ ഏറ്റവും മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നത് ജിഹ്വയ്ക്കാണ്. ഈ ജിഹ്വയിൽ തന്നെ പല പല ഭാഗമുണ്ട്, എന്നുവെച്ചാൽ അഗ്രഭാഗം, മധ്യഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നാക്കിനെ തന്നെ പല 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 ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളനുസരിച്ച് അതിനെ 5 ടൈപ്പായിട്ടൊക്കെ 5 ഭാഗമായിട്ടൊക്കെ പറയാം, 5ആയിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാദ്യത്തേത് ജിഹ്വാമൂല്, അതായത് ഈ ടങ്ങിൻ്റെ റൂട്ട്. രണ്ടാമത്തത് പശ്ചജിഹ്, അതായത് നാക്കിൻ്റെ പുറകു ഭാഗത്തെയാണ് പശ്ചജിഹ് എന്ന് പറയുന്നത്. പിന്നെ മധ്യജിഹ്, ആ നാക്കിൻ്റെ മിഡിൽ ഭാഗം. പിന്നെ അഗ്രജിഹ്, നാക്കിൻ്റെ ഫ്രണ്ട് ഭാഗം. പിന്നെ ജിഹ്വാനീക്ക് എന്ന് പറഞ്ഞാൽ ഈ ടിപ്പില്ലേ, നാക്കിൻ്റെ ഈ അറ്റത്തെ ഭാഗം, അതിനാണ് ജിഹ്വാനീക്ക് എന്ന് പറയുന്നത്. ഈ ജിഹ്വയുടെ നാക്കിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങൾ, ഈ ടിപ്പും ബാക്ക് സൈഡും മിഡിലും ഒക്കെ നമ്മുടെ ഈ താലു എന്ന് പറഞ്ഞാൽ ഈ അണ്ണാക്ക്, അതായത് ഈ നാക്കിൻ്റെ മേളിൽ ചെറിയൊരിങ്ങനെ ഭിത്തി പോലത്തെ ഒരു സാധനം ഇല്ലേ, ആ ഒരു ഭാഗത്തെയാണ് താലു എന്ന് പറയുന്നത്. അപ്പം ഈ അതായത് ഈ അണ്ണാക്ക് എന്നൊക്കെ പറയണത്, ഈ ടങ്ങിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങൾ താലുവിൻ്റെ അണ്ണാക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ടച്ച് ചെയ്യുമ്പം ഓരോ ഭാഗം ഓരോരുത്തർ ടച്ച് ചെയ്യുമ്പം വ്യത്യസ്ത തരത്തിലുള്ള ധ്വനികൾ, സൗണ്ട്സാണ് പുറത്തേക്ക് വരുന്നത്. അടുത്തതായിട്ട് താലു. ഈ മുഖവിവർ, അതായത് ഈ ഒരു വായിൻ്റെ ഓപ്പണിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ മേളത്തെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നാക്കിൻ്റെ വായിൻ്റെയൊക്കെ ആ ഒരു മേൽഭാഗം, അതിനെയാണ് ഈ താലു എന്ന് പറയുന്നത്. ഈ താലു, ഈ അണ്ണാക്കിൻ്റെ ഭാഗം കിടക്കണമെന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ പുറകിൽ മേളത്തെ ഭാഗം ഉണ്ടല്ലോ, പല്ലിൻ്റെ പുറകു ഭാഗം, അത് തൊട്ട് ഇങ്ങനെ തൊണ്ടേൻ്റെ അതുവരെയാണ് ഈ ഒരു താലു കിടക്കുന്നത്. അപ്പോൾ ഇതിനെ 4ആയിട്ട്, ഇത്രയും സ്പേസിനെ 4ആയിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് കോമൾ താലു, സോഫ്റ്റ്, അതായത് കോമൾ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള അണ്ണാക്കിൻ്റെ സോഫ്റ്റ് സൈഡ്. നേരത്തെ പറഞ്ഞ മുഖവിവറിനെയും നാസികാവിവറിൻ്റെയും അവിടുത്തെ ഒരു അടപ്പ് പോലത്തെ സാധനം അല്ലെങ്കിൽ ക്യാപ്പ് പോലെ ജീബ്
പോലത്തെ സാധനത്തെയാണ് അലിജിഹ് എന്ന് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഈ അലിജിഹിൻ്റെ മുന്നിലാണ് ഈ കോമൾ താലു. അപ്പോൾ അതിനെ ഉത്കണ്ഠ് എന്നും പറയും. ഇത് ഈ പശ്ചജിഹിൻ്റെ ആ ഒരു സ്പേസിൽ ആണ് ഇതിരിക്കുന്നത്. അപ്പോൾ കോമൾ താലു ആവശ്യത്തിനനുസരിച്ച് മേളിലേക്ക് താഴേക്കൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യും. അതുപോലെ ഇത് ഈ മുഖവിവറിൻ്റെയും വായിൻ്റെ ഓപ്പണിൻ്റെയും നാസാദ്വാർ, ഈ മൂക്കിൻ്റെയൊക്കെ ഓപ്പണിങ്ങിൻ്റെയും ഇടയിലാണെങ്കിൽ ഒരു കിവാടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മറയൊക്കെ പോലെ. കിവാടെന്ന് പറഞ്ഞാൽ ഒരു ഡോറ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു ഡോറ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് മേളിലേക്ക് ഉയരുമ്പോഴത്തേക്കിനും ഈ നാസാദ്വാർ അടയും. ഇതിങ്ങനെ അടയുന്ന സമയത്ത് നിരനുനാസികമായിട്ടുള്ള ധ്വനികൾ ഉണ്ടാവും. ഇതിന് താഴേക്ക് ആണ് വരുന്നതെങ്കിൽ താഴത്തെ ഭാഗം അടയും. അപ്പം കുറച്ച് കാറ്റൊക്കെ ഈ നാസാദ്വാറിൽ, ഈ മുഖവിവർ അടയുമ്പോൾ നാസാദ്വാറിൽ കൂടി കുറച്ച് വായുവൊക്കെ പുറത്തേക്ക് പോകും. അങ്ങനെ സാനുനാസിക് ധ്വനികൾ ഉണ്ടാവും. അടുത്തതായിട്ട് മൂർധയ്ക്ക് സെറിബ്രം എന്നാണ് ഇംഗ്ലീഷിൽ പറയണത്. നേരത്തെ പറഞ്ഞ ഈ കോമൾ താലു, ഈ സോഫ്റ്റ് പാലറ്റ്, അതിൻ്റെ മുന്നിലത്തെ ഈ കുറച്ച് മുന്നോട്ട് കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ഭാഗമുണ്ട്. അതിനെയാണ് ഈ മൂർധ എന്ന് പറയുന്നത്. ഈ ഒരു മൂർധ എന്ന് പറയുന്നത് കോമൾ താലുവിൻ്റെയും കടോർ താലുവിൻ്റെയും ഇതിന് രണ്ടും മീറ്റ് ചെയ്യുന്നത് മുഖവിവറിൻ്റെ അവിടെയാണ്. അപ്പോൾ ആ ഒരു മുഖവിവറിൻ്റെ അകത്ത് ഏറ്റവും ഹൈറ്റുള്ള, ഏറ്റവും ഇങ്ങനെ ഉയർന്നിരിക്കുന്ന ഒരു പ്ലേസാണ്, കുറച്ചിങ്ങനെ ഉയർന്നിരിക്കുന്നൊരു സ്ഥലമാണ് ഈ ഒരു മൂർധ എന്ന് പറയുന്നത്. നമ്മൾ ഈ മൂർധ എന്നൊക്കെ പറയില്ലേ, അതിതാണെന്ന് തോന്നുന്നു. ഈ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ അഗ്രജിഹ്, ടങ്കിൻ്റെ അഗ്രഭാഗം. അപ്പോൾ അഗ്രജിഹിൻ്റെ കാര്യക്ഷേത്രം എന്ന് പറഞ്ഞാൽ വർക്കിംഗ് പ്ലേസ്, ആ ഒരു സ്ഥലമാണ് ഈ മൂർധ. അഗ്രജിഹ് എന്ന് പറഞ്ഞാൽ ഈ ടങ്ങിൻ്റെ ഫ്രണ്ട് സൈഡ്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് പ്ലേസാണ് ഈ മൂർധ എന്ന് പറയുന്നത്. അടുത്ത് കടോർ താലു, ഈ അണ്ണാക്കിൻ്റെ കുറച്ച് ഹാർഡായിട്ടുള്ള ഭാഗം. കടോർ എന്ന് പറയുന്നത് തന്നെ ഹാർഡാണ്. അപ്പം മൂർധാൻ്റെ മുന്നിലാണെങ്കിൽ വത്സ്, അതായത് അടുത്ത് പറയാൻ പോണതാണ് ഈ വത്സ്. അപ്പം മൂർധേൻ്റെ മുന്നിൽ വത്സ് വരെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു ഹാർഡായിട്ടുള്ളൊരു പ്ലേസാണ്, ഹാർഡായിട്ടുള്ളൊരു ഭാഗമാണ് ഈ കടോർ താലു എന്ന് പറയുന്നത്. ഇത് ഹട്ടി, അതായത് എല്ലുകളൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലുകളാലൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ മേളിലൊരു നൈസായിട്ടുള്ള ഈ ടിഷ്യൂ, മാംസം കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത പോലെ ഒരു കവറിങ് ഉണ്ട്, ഒരു ടിഷ്യൂ ഒക്കെ പോലെ. അതിൻ്റെ മേളിലൊരു നൈസായിട്ടുള്ളൊരു ടിഷ്യൂ ഒക്കെ പോലെ ഒരു മാംസാവരണമുണ്ട്. പക്ഷേ ആ ഒരു കവറിങ് സോഫ്റ്റായിട്ടുള്ള നൈസായിട്ടുള്ളൊരു കവറിങ് ആണെങ്കിലും അതിങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കിനും ഭയങ്കര ഹാർഡായിട്ട് തോന്നും. അതായത് നമ്മുടെ ഈ അണ്ണാക്കില്ലേ, ഈ വായിൻ്റെ മേൽഭാഗം ഉണ്ടല്ലോ അകത്ത്, അതിൻ്റെ കുറച്ച് ബാക്കിലേക്കുള്ള ഒരു ഭാഗമാണ് നമ്മൾ അഗ്രജിഹ് പറഞ്ഞല്ലോ നേരത്തെ. അഗ്രജിഹല്ല, കോമൾ താലു പറഞ്ഞില്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പുറകിലേക്ക് അവിടെയൊക്കെ കുറച്ച് ഹാർഡാണ്. എന്നിട്ട് കുറച്ച് ബാക്കിലോട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പം ഇങ്ങനെ അതിനേക്കാളും കുറച്ച് സോഫ്റ്റായിട്ട് ഉള്ളൊരു ഭാഗമുണ്ട്. പക്ഷെ ശരിക്കും അത് ഹാർഡാണ്. ഫസ്റ്റ് കുറച്ചിങ്ങനെ എല്ലുകളൊക്കെ വെച്ചിട്ടാണ്. ആ ഒരു മാംസാവരണമാണ് കുറച്ച് സോഫ്റ്റായിട്ടുള്ളത്. അപ്പോൾ അതിത്തിരി സോഫ്റ്റാണെങ്കിൽ ഇതിത്തിരി ഹാർഡായിട്ടാണ് തോന്നുന്നത് ആ ഒരു ഭാഗം. ഈ ഒരു ഭാഗത്തിന് മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആണെങ്കിൽ പ്രത്യേകിച്ച് മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. ഇതെന്ന് പറയുമ്പോൾ മധ്യജിഹ്വിൻ്റെ, നാക്കിൻ്റെ മിഡിൽ ഭാഗത്തിൻ്റെയും അഗ്രജിഹ്വിൻ്റെയും ഫ്രണ്ട് പോർഷൻ്റെയൊക്കെ വർക്കിംഗ് പ്ലേസാണ്. അതായത് നമ്മൾ ഈ ടങ്ങിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടൊക്കെ ടച്ച് ചെയ്യാനൊക്കെ പറ്റൂലേ നിങ്ങൾ സംസാരിക്കുന്നൊക്കെ സമയത്ത്, അതുപോലെ മിഡിൽ പോർഷനൊക്കെ ഇങ്ങനെ അവിടെ കയറി ടച്ച് ചെയ്യൂലേ, അതാണ് അതിൻ്റെ ആ ഒരു കാര്യക്ഷേത്ര വർക്കിംഗ് പ്ലേസാണെന്നൊക്കെ പറയണത്. അടുത്ത ഭാഗമാണ് വത്സ്. അതായത് അടുത്ത് ഈ കടോർ താലുവിൻ്റെയും പല്ലുകളുടെയും ഇടയിലുള്ളൊരു പ്ലേസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങ് തൊട്ട് ഈ കടോർ താലു തൊട്ട് പല്ലുകളുടെ അതുവരെയുള്ള ഇടയ്ക്കുള്ള ആ ഒരു ഭാഗം, അതിനാണ് വത്സ് അല്ലെങ്കിൽ ബസ്വ് എന്ന് പറയണം. ബർസ്വ് എന്ന് പറയണത്. ഇതെന്ന് പറയുമ്പം അചൽ ഭാഗമാണ്. അതായത് ചലിക്കാത്ത, മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തൊരു പാർട്ടാണ് ഈ ഒരു മേളത്തെ അത്രയും ഒരു സ്ഥലം. പല്ലിൻ്റെ
അതുവരെ തൊട്ട് ഈ ഒരു കടൂർ താലുവിൻ്റെ അതുവരെ വരയ്ക്കാം. ആ ഒരു പ്ലേസിന് മൂമെൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ ഇവിടെ ഈ അഗ്രജിഹ്വ് നേരത്തെ പറഞ്ഞ പോലെ നാക്കിൻ്റെ ഫ്രണ്ട് സൈഡും ജിഹ്വാനിക്കും ഒക്കെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അടുത്ത ദാന്ത്, പല്ല്. ഈ വൽസിൻ്റെ മുന്നിലത്തെ ഭാഗം, മുന്നിലത്തെ പല്ലുകൾ ഈ വൽസിൻ്റെ മുന്നിലാണ് ഈ പല്ലുകൾ. അതുപോലെ തന്നെ അതിൻ്റെ മേളിലത്തെ ഈ അപ്പർ പോർഷൻ ഉണ്ടല്ലോ, അവിടുത്തെ പല്ലുകൾ ഈ ഭാഷയുടെ ഉച്ചാരണത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം വഹിക്കുന്നുണ്ട്. ഈ പല്ലുകളെന്ന് പറയുന്നത് ജിഹ്വാനിക്കിൻ്റെയും അഗ്രജിഹിൻ്റെയും ഈ നിച്ചലെ ഹോണ്ടെന്ന് പറഞ്ഞാൽ ചുണ്ട്, ഈ ലോവർ ലിപ്സിൻ്റെയും ഒക്കെ വർക്കിംഗ് പ്ലേസാണ് ഈ ഒരു അപ്പർ ടീത്ത്, അല്ലെങ്കിൽ ഈ പല്ലിൻ്റെ ആ ഒരു മേൽ ഭാഗം ഉണ്ടല്ലോ അത്രയും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ലിപ്സ്. ഓഷ്ട് അല്ലെങ്കിൽ ഓണ്ട്, ഹോണ്ട് എന്നൊക്കെ ഈ ലിപ്സിനെ പറയും. ഈ വാഗ്യന്ത്രൻ്റെ ഇപ്പോൾ ഒരുപാട് പാർട്സ് ഉണ്ട്. അതിൽ ഏറ്റവും പുറത്തേക്കിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഇങ്ങനെ കാണാൻ പറ്റുന്ന ഭാഗമാണ് ഓണ്ട്. പല്ല് പോലും ഈ ഒരു ലിപ്സ് കഴിഞ്ഞിട്ട് അതിനകത്തേ ഉള്ളൂ. പല്ല് നമ്മൾ വാ തുറന്നാലേ കാണാൻ പറ്റുള്ളൂ, പക്ഷേ ലിപ്സ് നമുക്കെപ്പോഴും കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ ഏറ്റവും ബഹിസ്ഥിതിയിൽ നിന്നും ഏറ്റവും പുറത്ത് നിൽക്കുന്നതും ദൃശ്യമാണ് കാണാൻ പറ്റുന്നതും ആയിട്ടുള്ള അവയവമാണ് ഈ ഓണ്ട്, ലിപ്സ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ പാർട്സും, പല്ലായാലും പോലും ഈ ചുണ്ടിൻ്റെ പിന്നിൽ മറിഞ്ഞാണ് ഇരിക്കുന്നത്. ബാക്കി എല്ലാ പാർട്സും എന്തെങ്കിലുമൊക്കെ ഇതുകൊണ്ട് മറിഞ്ഞിട്ടായിരിക്കണത്. അപ്പം ഊപ്പറും നീച്ചയെന്ന് പറഞ്ഞാൽ അപ്പർ ആൻഡ് ലോവർ. അപ്പം അപ്പർ ലിപ്സും ലോവർ ലിപ്സും ഭാഷാ ഉച്ചാരണത്തിൽ സക്രിയ ഹോത്താൽ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഭാഗമാണ്. ഈ ലിപ്സിൻ്റെ കാര്യക്ഷേത്രത്തിലെ വർക്കിംഗ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ ലിപ്സിൻ്റെ വർക്ക് നടക്കുന്നത് അപ്പർ ഈ പല്ലിൻ്റെ മേൽഭാഗത്തും അപ്പർ ലിപ്സിൻ്റെയും അവിടെയാണ്. അപ്പോൾ വാഗ്യന്ത്രം എന്ന് പറയുമ്പം ഇത്രയും ഭാഗങ്ങൾ ചേർന്ന് ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം കൂടി ചേർന്നിട്ടാണ് മൊത്തത്തിലാണ് വാഗ്യന്ത്രം എന്ന് പറയുന്നത്.